വിടുതലിനാത്മാവേ നിറയണമേ. അഗ്നിതൻ അഭിഷേകമായി പടരണമേ. വിടുതലിനാത്മാവേ തലയിൽ നമ്മളെ ആദ്യം മുതലേ ഉണ്ടായിരുന്നൊരു മെസ്സേജാണ്. ആ മെസ്സേജ് മാറണില്ല. ആദ്യം വന്നപ്പോൾ പിന്നെ ഞാൻ മറന്നുപോയി. വേറെ മെസ്സേജ് വന്നപ്പോൾ അതാണ് പറഞ്ഞത്. അത് മുഖത്ത് കുരുക്കൾ, നമ്മൾ മുഖക്കുരുവല്ല, ഒരുതരം ചൊരി പോലെ ഇങ്ങനെ വരും. എന്നിട്ട് അത് കുറച്ച് കഴിയുമ്പോൾ കറുത്ത നിറമാകും, അതിന് ഭയങ്കര ഊത്തലാകും. ഇങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി വന്നു, പിന്നെ കറുത്ത നിറമായി മാറി, പിന്നെ സഹിക്കാത്ത ഊത്തലായി. ആ രോഗങ്ങളെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. വൈവാഹിക തടസ്സങ്ങൾ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, വൈവാഹിക തടസ്സമുള്ളവരെ, വീടില്ലാത്തവരെ, സ്ഥലമില്ലാത്തവരെ, പലതരത്തിലെ ജീവിതം സമ്മർദ്ദങ്ങൾക്ക് ഞെരുങ്ങി സമാധാനം നഷ്ടപ്പെടുന്നവരെ, അപമാനത്തോടെയും നിസ്സഹായതയോടെയും കണ്ണീരുമായി കഴിയുന്നവരുടെ മേൽ കർത്താവിന്റെ കാരുണ്യം ചൊരിയട്ടെ. ഹല്ലേലൂയ. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. യേശുവിൻ ബലിയുടെ യോഗ്യതയാ ബന്ധനത്തിൽ നിന്നും വിടുതൽ. യേശുവിൻ ബലിയുടെ യോഗ്യതയാ ബന്ധനത്തിൽ നിന്നും വിടുതൽ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ബിസിനസ് തകർച്ചകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ ഇപ്പം തന്നിരിക്കുന്ന ആന്തരികമായ പ്രേരണയാണ്. ബിസിനസ് തകർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് പൊട്ടിപ്പോവുക, പുതിയൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുക, എന്തെങ്കിലും എക്സ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുക, അതുപോലെ തന്നെ ബാങ്കിൻ്റെ വലിയ ബാധ്യതകൾ വന്നിരിക്കുക, അതെങ്ങനെ കൊടുക്കണമെന്ന് അറിയാൻ വളരെ വിഷമിക്കുക, പാക ഉടമ്പടി പ്രശ്നങ്ങൾ, ഒപ്പിടിട്ട് തരാത്ത പ്രശ്നങ്ങൾ, പലതരത്തിലുള്ള വിഷമതകൾ, സാമ്പത്തിക വിഷയങ്ങളുടെ മേലുള്ള കേസുകൾ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറഞ്ഞാൽ വിഷമിക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ കരുണ ചൊരിയട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ. സ്പർശിക്കുന്ന കർത്താവേ, ദൈവത്തിന്റെ ശക്തികൾ. ഹല്ലേലൂയ. 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 അനുഗ്രഹത്തിൻ നദിയേ അനന്തകൃപ നദിയേ. അനുഗ്രഹത്തിൻ അനുദിനം നിൻ പദങ്കരിയേ അടിയനുനിൻ കൃപമതിയേ. അനുഗ്രഹത്തിൻ നദിയേ അനന്തകൃപ നദിയേ. മക്കളെ, തീരുമാനമെടുക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുക. നിങ്ങൾക്കറിയാവോ, ഇപ്പോഴീ ആരാധനയെ തുടങ്ങിയതിന് ശേഷമുള്ള എല്ലാ പ്രാർത്ഥനകളും 1 by 1 ആയിട്ട് ഈശോ ഇന്നത് പ്രാർത്ഥിക്കൂ ഇന്നത് പ്രാർത്ഥിക്കുമെന്ന് ആന്തരിക പ്രേരണ കിട്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം നിങ്ങൾക്കറിയത്തില്ലല്ലോ, അച്ഛൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം പോലെ നിങ്ങൾക്ക് തോന്നണം. അല്ല, ഇതെല്ലാം അച്ഛനെ ഓർപ്പിച്ച് തരണമാണ് അമ്മയുടെ മധ്യസ്ഥതയിൽ. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇതെല്ലാം നടക്കുമെന്നുള്ളതാണ്. ഇപ്പോഴേ അവസാനമായിട്ട് എന്നാണെന്നറിയാവോ? തീരുമാനം എടുക്കാൻ പറ്റാത്തവരുണ്ടെന്നാണ് പറയണത്. അവർക്ക് ഈ ആഴ്ച തീരുമാനം വരും. 7 ദിവസമാണ്. 7 ദിവസത്തിൽ തീരുമാനം. എന്താ തീരുമാനം എടുക്കാൻ പറ്റാത്തത്? ഇപ്പോൾ ചില ആൾക്കാർക്ക്, ഇപ്പോൾ പിള്ളേർക്കാണെങ്കിൽ ഒരു ഉദാഹരണം ഞാൻ പറയാൻ, ഇത് വിഷനിലുള്ളതല്ല, ഉദാഹരണമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഏത് സബ്ജക്റ്റ് എടുക്കണമെന്ന്
അറിയില്ല. ഏത് രാജ്യത്തേക്ക് പോകണമെന്ന് അറിയില്ല. ഏത് വസ്തു വിൽക്കണമെന്ന് അറിയത്തില്ല. ആദ്യം വസ്തു വിൽക്കണോ, അത് ആദ്യം പെര വെക്കണോ, അത് മകളെ കെട്ടിക്കണമെന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ കൺഫ്യൂഷൻസ് വരികയതിലെ. അപ്പോൾ ഇതുപോലുള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ആൾക്കാർ, ആ തീരുമാനം എടുക്കാൻ പറ്റാത്ത കുഴങ്ങിയ ഒരവസ്ഥ, ഇത് ഈ ആരാധനയിലൂടെ ഈശോ മാറ്റും. നിങ്ങൾ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ എൻ്റെ ജീവിതത്തിൻ്റെ മേൽഗതിക്ക് ആവശ്യമായ തീരുമാനമെടുക്കാൻ പരിശുദ്ധ അമ്മ വഴി ഈശോ കേൾപ്പിക്കുന്ന കർത്താവേ, തെറ്റാത്ത തീരുമാനം, നഷ്ടം വരാത്ത തീരുമാനം എടുക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ആലോചന ശക്തിയ സഭയെ അഭിഷേകം ചെയ്യണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കന്നുകാലികള്, ചെറുകിട കുടിൽ വ്യവസായങ്ങൾ, നമ്മുടെ സ്വകാര്യമായ ചില വരുമാന മാർഗങ്ങൾ, ആ മേഖലകളെല്ലാം ദൈവാനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നല്ലവനായ ഈശോയെ, അങ്ങനെ മക്കളെ കഞ്ഞിപ്പിച്ച് പോകാൻ, ആഹാരം കഴിച്ചു പോകാൻ, സമാധാനം, അവിടെ വരുമാന മാർഗങ്ങളെ കർത്താവേ നീ ആശീർവദിക്കണമേ. കർത്താവേ അവിടെ നിലനിർത്തി കൊടുക്കണമേ. കർത്താവിൻ്റെ കരുണ അല്ലെങ്കിൽ ആവശ്യിക്കട്ടെ. ഹല്ലേലൂയ. Hallelujah. 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 Lord Jesus Christ, pour out His Spirit. Walk with the precious and with the good of the Catholic Church, the power of Jesus Christ, with the merit of some Holy Priesthood. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, പുരുഷൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നച്ച വസ്തുക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കൈകൾ ഉയർത്തി സ്വരമുയർത്തി സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. എൻ്റെ പേര് സ്റ്റെഫി വർഗീസ്. ഞാൻ വരുന്നത് ഇടുക്കിയിൽ നിന്നാണ്. ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് 20/12/2022 ഞാനും ഭർത്താവും കൊച്ചും വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ വന്ന് കോയമ്പത്തൂരിൽ നിന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം ഇന്ന് ഞാൻ 8ാമത്തെ ഉടമ്പടി പുതുക്കി. അപ്പോൾ എനിക്ക് 13 വർഷമായിട്ട് ഒരു സ്ഥിരമായിട്ടൊരു ജോലി ഉണ്ടായിരുന്നില്ല. ഓരോ വട്ടവും ഡെയിലി വേജ് എംപ്ലോയ്മെൻറ്റ് അങ്ങനെ വർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരുപാട് അമ്മ പരീക്ഷണങ്ങൾ തന്നെങ്കിലും മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് ഉടമ്പടി എടുത്തുകൊണ്ട് മാത്രമാണ് ഞാനും എൻ്റെ കുടുംബവും ഇന്ന് രക്ഷപ്പെട്ടത്. നാഷണൽ ആയുഷ് മിഷൻ എൻ്റെ എക്സാം എഴുതുകയും മെഡിക്കൽ ഓഫീസറായിട്ട് ജോലി കിട്ടുകയും ചെയ്തു. അതിന് മുന്നേ തന്നെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വാങ്ങിയതിന് ശേഷമാണ് ഞാൻ എക്സാം എഴുതാൻ പോയത്. ഇവിടെ വന്ന് കൈവെപ്പ് ശുശ്രൂഷ വാങ്ങി നേരെ ഞാൻ പോയത് കോഴിക്കോടൻ എക്സാം എഴുതാൻ വേണ്ടിയാണ്. അവിടെ ചെന്ന് രാവിലെ നമ്മുടെ ഉടമ്പടി നേർച്ച വസ്തുക്കളായ തേനും ഉപ്പ് വിതറുകയും അതുപോലെ തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു.
അതോടൊപ്പം തന്നെ എൻ്റെ OMR ഷീറ്റിൽ എനിക്ക് OMR കിട്ടിയപ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി നെറ്റിയിൽ നിന്ന് ഉടമ്പടി തൈലം എടുത്ത് തൂക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ജപമാല ചൊല്ലി, വിശ്വാസ പ്രമാണം ചൊല്ലി, പ്രത്യക്ഷീകരണം പ്രാർത്ഥന 7 വട്ടം ചൊല്ലി. അതുപോലെ തന്നെ തിരുവചനങ്ങളായിട്ടുള്ള സെഫന്യാവിൻ്റെ 3:17 നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യയുണ്ട്. ഫിലിപ്പി 4:13 എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. സങ്കീർത്തനം 23:1 കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നും മുട്ടുണ്ടാവുകയില്ല. എഫേസോസ് 2:8 വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ് എന്നീ വചനങ്ങൾ ആവർത്തിച്ച് ചൊല്ലി എക്സാം എഴുതി. അത് ഞങ്ങൾക്ക് 5 ജില്ലയായിട്ട് വെക്കണമായിരുന്നു. ഒന്നാമത്തെ ഓപ്ഷൻ എൻ്റെ കാസർഗോഡും, രണ്ടാമത്തെ ഓപ്ഷൻ ഇടുക്കിയുമായിരുന്നു. ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും വളരെ ഭയത്തോടു കൂടിയാണ് പോയിരുന്നെങ്കിൽ കൂടിയും മാതാവിൻ്റെ ഉപ്പ് അവിടെ കൊണ്ട് വിതറുകയും എണ്ണ തൂത്ത് പോവുകയുമാണ് ചെയ്തത്. അതുകൊണ്ടുള്ള ധൈര്യം കൊണ്ട് മാത്രമാണ് ഇൻ്റർവ്യൂ ഞാൻ പാസ്സായത്. അതിനുശേഷം പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി തൈലം തൂക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഈ അടുത്താണ് ഞാൻ എൻ്റെ അമ്മയോട് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ചോദിച്ചിരുന്നു. പരിശുദ്ധ അമ്മ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട്, ഞാൻ എൻ്റെ പൊട്ടത്തരത്തിന് അച്ഛൻ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ ഉടമ്പടി എടുത്തവരാണ്, മരിയൻ ഭക്തരാണ്, മരിയൻ മാസങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന്. അപ്പം ഞാൻ എൻ്റെ ബർത്ത്ഡേ ആണ് വിചാരിച്ചിരുന്നത് ഏപ്രിൽ 22-ന്. പക്ഷേ അന്നല്ല മാതാവ് തന്നത്, സെപ്റ്റംബർ അമ്മയുടെ ബർത്ത്ഡേ ഉള്ള 8-നാണ് തന്നത്. അന്ന് തന്നെ ഞാൻ ജോലിയിൽ വന്ന് പ്രവേശിച്ചു. അതിനു മുന്നേ തന്നെ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലെ ധ്യാനത്തിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുകയും ചെയ്തു, കെ എന്ന വാക്ക് കൂട്ടിയിട്ടുള്ള അക്ഷരം ഒന്നെങ്കിൽ വീട്ടുപേരാകാം അല്ലെ പേരാകാം എന്നതിൻ്റെ ജോലി തടസ്സം മാറുന്നുവെന്ന്. എൻ്റെ ഒഫീഷ്യൽ ഓർഡർ വന്നതിൽ കണിയാമ്പടിക്കൽ എന്ന എൻ്റെ വീട്ടുപേരാണ്, കെ ആയിരുന്നു ലെറ്റർ, അത് വന്നു. അതോടൊപ്പം തന്നെ അങ്ങനെ അമ്മ മാതാവ് എനിക്ക് ഇടുക്കിയിൽ തന്നെ ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറായിട്ട് നിയമനം തന്നു. അത് പക്ഷേ എനിക്ക് കുറച്ച് ദൂരമായിരുന്നു, 25 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഡിസ്പെൻസറിയിൽ ഒഴിവുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. PSC നിയമനം കിട്ടി 2 പേര് പോയതിനാൽ. അപ്പോൾ അവിടെ കിട്ടണമെന്നാണ് ഞാൻ ഏറ്റവും അധികം ആഗ്രഹിച്ചതും അമ്മ അതെനിക്ക് കാണിച്ചു തരികയും ചെയ്തിരുന്നു. അങ്ങനെയാണ് ഞാൻ ജോയിൻ ചെയ്യാൻ കയറുന്ന അന്ന് തന്നെ ട്രാൻസ്ഫർ കൊടുക്കുകയും തൊട്ടടുത്ത ഡിസ്പെൻസറിയിലേക്ക് 10 കിലോമീറ്ററിനുള്ളിലുള്ള GAD വാത്തുക്കുടി എന്ന് പറയുന്ന ഡിസ്പെൻസറിയിലേക്ക് അപേക്ഷ വെക്കുകയും ഞാൻ കയറി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ എനിക്ക് ട്രാൻസ്ഫറിൻ്റെ പ്രോസസ്സിങ് നടക്കുകയും ഞാൻ ഇന്ന് GAD വാത്തുക്കുടിയിലാണ് മെഡിക്കൽ ഓഫീസറായി ജോലി ചെയ്യുന്നത്. ഈ ട്രാൻസ്ഫറിൻ്റെ സമയത്തും കഴിഞ്ഞ സെപ്റ്റംബർ 3-ാമത്തെ ചൊവ്വാഴ്ചയിലെ ധ്യാനത്തിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, ഇമെയിൽ വഴി ഉള്ള തടസ്സങ്ങൾ അതെന്തും ആയിക്കോട്ടെ അത് ഇതുവരെ മാറുന്നു എന്ന് പറഞ്ഞു. ആ സമയം തന്നെയാണ് എനിക്ക് ട്രാൻസ്ഫറിൻ്റെ മെയിൽ വരികയും അങ്ങനെ എനിക്ക് ട്രാൻസ്ഫർ ലഭിക്കുകയും ചെയ്തത്. ഇതെൻ്റെ 1-ാമത്തെ സാക്ഷ്യം. 2-ാമത്തെ സാക്ഷ്യം, 5 വർഷമായിട്ട് എനിക്ക് കയ്യിൽ ഒരു അരിമ്പാറ ഉണ്ടായിരുന്നു. അത് ഉടമ്പടി തൈലം ഉപയോഗിച്ചതിന് ശേഷം 2-ാമത്തെ ഉടമ്പടി പുതുക്കിയതോടുകൂടി തന്നെ പൂർണ്ണമായി സൗഖ്യം ലഭിച്ചു. അതോടൊപ്പം അടുത്ത 3-ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അമ്മ മാതാവിനെ കാണാൻ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളാവാൻ പറ്റുമെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പം ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മയെ എനിക്കൊരിക്കലും കാണാൻ സാധിക്കണേ എന്ന്. അതുപോലെ തന്നെ 2023 ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടുമ്പോൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:49 അച്ഛൻ ധ്യാനത്തിൽ കൂടെ പറയുകയാണ്, ശക്തനായവൻ നിനക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ഈ വചനം പറയുന്ന സമയം തന്നെയാണ് നമ്മുടെ കാശിരൂപത്തിലുള്ള അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്ന അമ്മയെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എനിക്ക് നേരിട്ട് കാണുവാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഈ അടുത്ത് ഞങ്ങൾ കാശ്മീരിലെ പഹൽഗാം എന്ന സ്ഥലത്ത് പോയിരുന്നു, ടൂറ് പോയിരുന്നു, കുടുംബമായി പോയിരുന്നു. പോകുന്ന സമയത്ത് ഉടമ്പടി തൈലവും ഉപ്പും തേനും ഞങ്ങൾ കൊണ്ടുപോയിരുന്നു. ഞങ്ങൾ അവിടെ പോയി ഓരോ വട്ടവും ടൂർ കാണാൻ പോകുമ്പോൾ ഉടമ്പടി തൈലം തൂത്തിട്ടാണ് എല്ലാവരും പോകുന്നത്. ഞാൻ എല്ലാവർക്കും തന്നെ തൂത്ത് കൊടുക്കുമായിരുന്നു. ശരിക്കും അത് നമ്മുടെ ഒരു സംരക്ഷണ കവചം തന്നെയാണ്. ഞാൻ എൻ്റെ കാശുരൂപം നെഞ്ചിൽ തൂക്കി പുറത്തിട്ടിട്ടാണ് പഹൽഗാമിൽ നിന്നിരുന്നത്. അപ്പോൾ അവിടെയുള്ളവരെല്ലാം വളരെ രൂക്ഷമായി തന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അനിയത്തി പറഞ്ഞു, ചേച്ചി അതെടുത്ത് അകത്തിട്. പക്ഷേ എനിക്കൊരു പേടിയും തോന്നിയില്ല, നമ്മുടെ അമ്മ മാതാവല്ലേ, 4 പേര് കാണുന്നുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് തന്നെ ഞാൻ വിചാരിച്ചോളൂ. അതുപോലെ തന്നെ അതിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിച്ചു. കൃത്യം 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഏപ്രിൽ 22-ാം തീയതിയാണ് അവിടെ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടാവുന്നത്. അതിൽ നിന്നും അത്ഭുതകരമായിട്ട് അമ്മ എന്നെയും എൻ്റെ കുടുംബത്തെയും സംരക്ഷിച്ചു. അതോടൊപ്പം കഴിഞ്ഞ കൊല്ലം ഈസ്റ്റർ ദിനത്തിൽ ഒരു കാർ ആക്സിഡൻ്റ് ഉണ്ടായി. അതിലും ഞങ്ങളെ അമ്മ മാതാവും ഈശോയും തിരുക്കുമാരനും രക്ഷിച്ചു. അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത്, കൃപാസന പത്രം ഇവിടുന്ന് കിട്ടി. ഞാൻ കൊണ്ടുപോയി കൊടുത്തിരുന്നത് കോയമ്പത്തൂർ GH അപ്പോൾ അവിടെ ആയിരുന്നുകൊണ്ട് തന്നെ തമിഴിൽ വിശ്വാസ പ്രമാണം
എനിക്ക് അറിയാത്തതുകൊണ്ട് ഒരു ചേച്ചിയെ കൊണ്ട് തന്നെ എഴുതിപ്പിച്ച് അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് രോഗികൾക്ക് വിതരണം ചെയ്യുകയും അവർക്ക് വേണ്ടി കാശുരൂപവും നമ്മുടെ ഉടമ്പടി തൈലവും വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ പൊതിച്ചോറ് സ്വന്തമായി തന്നെ ഉണ്ടാക്കിക്കൊണ്ട് കോയമ്പത്തൂർ GH കൊടുത്തു. കൃപാസന പത്രം അതിനുശേഷം കാസർഗോഡും ഇടുക്കിയിലും വയനാടും ജില്ലകളിൽ എനിക്ക് ജോലി കിട്ടിയ സമയമെല്ലാം കൊടുക്കുവാൻ സാധിച്ചു. അതോടൊപ്പം 150 കാശുരൂപം ഞാൻ ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോയിരുന്നു. കാരണം കോയമ്പത്തൂർ GH ഒരുപാട് പേര് അത് ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടിയാണ് കൊണ്ടുപോയത്. അപ്പോൾ അവിടെ പോയി എനിക്ക് കുറച്ച് കൊടുക്കുവാൻ അവിടുന്ന് ജോലി തടസ്സം വന്ന് പിന്നെ നാട്ടിലേക്ക് വരികയും ചെയ്തു, എംപ്ലോയ്മെൻ്റ് ആയിട്ട് തന്നപ്പോൾ. അതിനാൽ പിന്നെ ബാക്കി കാസർഗോഡും ഇടുക്കിയിലും വയനാട്ടിലും എല്ലാം വീടാന്തരം കയറി കൊടുക്കുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ ഉടമ്പടി ജീവിതത്തിൽ എനിക്ക് വന്ന മാറ്റങ്ങൾ, ഉടമ്പടി കൊണ്ട് എനിക്ക് കൃത്യമായിട്ട് പ്രാർത്ഥനയിലേക്ക് വരുവാനും കുടുംബ പ്രാർത്ഥന മുടക്കാതെ വരാനായി. കുമ്പസാരം എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഞാൻ 2 ആഴ്ചയിൽ ഒരിക്കലും കൃത്യമായി തന്നെ കുമ്പസാരിക്കുന്നുണ്ട്. ഈ ഒരു വട്ടം അച്ഛൻ ട്രാൻസ്ഫറായി വന്ന സമയം എനിക്ക് പറ്റിയില്ല, 1 മാസമായിപ്പോയി. ആ സമയം കൃത്യമായിട്ട് തന്നെ പരിശുദ്ധ അമ്മ എനിക്ക് ദർശനം തന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് കുമ്പസാരിക്കാൻ നിൽക്കുന്നതായിട്ടാണ് ഞാൻ രാവിലെ സ്വപ്നം കാണുന്നത്. അപ്പോൾ തന്നെ പോയി ഞാൻ കുമ്പസാരിക്കാൻ അച്ഛൻ്റെ അടുത്ത് പോയി പറയുകയും കുമ്പസാരം തിരുത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെ പറ്റുന്ന പോലെ രോഗികളെല്ലാവരെയും പോയി ശുശ്രൂഷിക്കുകയും അനാഥാലയങ്ങളിലെല്ലാം പോയി എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിലുള്ള സാമ്പത്തിക സഹായം ചെയ്യുകയും ഫുഡ് കൊടുക്കുകയും അവരെ ശുശ്രൂഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ ഉടമ്പടി എന്ന് പറയുന്നത് നമ്മുടെ ഒരു കവചമാണ്, നിത്യതയിലേക്കുള്ളൊരു താക്കോലാണ്. നമുക്കിവിടെ വരുമ്പോൾ നമ്മുടെ നിയോഗമൊന്നും അല്ല വെക്കേണ്ടത്, നമുക്ക് നിത്യത എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്ന പോലെ അതാണ് നമുക്ക് ഏറ്റവും വലിയ ആവശ്യം. പിന്നെ ഈ സാക്ഷ്യം പറയുമ്പോൾ എല്ലാവരും അത് അറിയട്ടെ. ഇതിനു മുന്നേ എൻ്റെ ഒരു ഡോക്ടേഴ്സ് ഗ്രൂപ്പിൽ ഒരു ചെറിയ വഴക്കുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം എനിക്ക് പോസ്റ്റിംഗ് കിട്ടി അറിയിച്ചില്ല പറഞ്ഞ്. അത് ഞാൻ വളരെ വിഷമത്തോടു കൂടി പറഞ്ഞു. എൻ്റെ അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ നിന്ന് ഞാൻ സാക്ഷ്യം പറയും, അമ്മ കാരണമാണ് ജോലി കിട്ടിയത്, അല്ലാതെ വേറെ ആരും കാരണമല്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവത്തിനും തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി. ഈ അൾത്താരയിൽ എന്നെ സാക്ഷിയാക്കിയതിന് കൃപാസന മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ ഉടമ്പടി എടുക്കുന്നത് നവംബർ 19 2022 ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, എൻ്റെ വീട് ജപ്തിയായിരുന്നു. ജപ്തി വന്നത് വില്ലേജ് വഴി റവന്യൂ റിക്കവറി വഴിയാണ്. അപ്പം ഞാൻ ഉടമ്പടി എടുത്തു. ഇവിടുന്ന് ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി 4 സെൻറ്റ് ഭൂമിയാണുള്ളത്. ആ 4 സെൻറ്റ് ഭൂമിയിലും വീടിൻ്റെ അകത്തും ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. മാതാവേ, എൻ്റെ മരണം വരെ എനിക്ക് ഇവിടെ കിടക്കാനുള്ളൊരു ഭാഗ്യം തരണമേന്ന്. ഭാഗ്യം എന്ന് പറയട്ടെ, 2ാമത്തെ മാസം ഡിസംബർ 28 ഇവിടെ വന്നപ്പോൾ ജപ്തിയുള്ളൊരിതിന് അച്ഛനെ കാണാനുള്ള ഭാഗ്യമുണ്ടായി. അച്ഛനെ കാണുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു, എൻ്റെ കൈമ തട്ടിയിട്ട് പറഞ്ഞു, ഈ വീട് ഈ സ്ഥലവും ജപ്തി ആവില്ല. അത് കഴിഞ്ഞ് ജനുവരി ഫെബ്രുവരി ആ 2ാമത്തെ മാസം വില്ലേജിൽ നിന്ന് സാറ് വിളിച്ചിട്ട് പറഞ്ഞു, റവന്യൂ റിക്കവറി ജപ്തി ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞിട്ട് സാറ് വിളിച്ചു പറഞ്ഞു. അതിൽ പിന്നെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. അത് മാതാവ് തന്ന അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. പിന്നെ 2ാമത് എൻ്റെ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുന്നുള്ളൊരു രോഗസൗഖ്യമാണ്. എനിക്ക് 2022 ജൂലൈ 11 ഒരു ആമാശയത്തിൻ്റെ വാൽവ് അകന്ന് ഒരു സർജറി ചെയ്തു കാക്കനാട് സൺറൈസിൽ. ഇതിന് പോണ സമയത്ത് ഞാൻ മാതാവിനോടും ഈശോയോടും പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു, മാതാവേ, ഈ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയാക്കി ഒരു ബുദ്ധിമുട്ടും കൂടാതെ വരണമെങ്കിൽ ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞോളാന്ന്. അമ്മയോട് പ്രത്യേകം പ്രാർത്ഥിക്കാനുണ്ടായ കാരണം 2019 മുതൽ എൻ്റെ അമ്മ ഇവിടെ വരികയും എന്നോട് ഇവിടെ വരണമെന്ന് പറയാറുണ്ടായിരുന്നു. പക്ഷേ ഞാനത് കാര്യമാക്കിയിരുന്നില്ല. അതുകൊണ്ട് അത് അങ്ങനെ ഒരു രോഗസൗഖ്യം കിട്ടി. പിന്നെ പേരക്കുട്ടി നടന്നു പോകായിരുന്നു, റോട്ടിൽ കൂടെ 2 വീലർ വന്ന് ഇടിച്ചു. കൊച്ച് തെറിച്ച് വീണു, ബ്ലഡിൽ കുളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് കഴുകി കഴിഞ്ഞപ്പോൾ ഈ ചെവിടിൻ്റെ ഈ ഭാഗം, ഈ ഒരു ചെറിയ ഭാഗം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. മോള് വീട്ടിൽ വന്ന് എന്നോട് നൊലോളിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മച്ചി, ഈ കൊച്ചിൻ്റെ ആ ചെറിയ ഭാഗം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. പെൺകുട്ടിയല്ലേ അമ്മയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ ഒരു വിഷമിക്കണ്ട അമ്മച്ചി, തൈലം മാതാവിൻ്റെ തന്നിട്ടുണ്ടല്ലോ, എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ
തൈലം പരട്ടാൻ അമ്മ പറഞ്ഞിട്ടില്ലേ, നീ ധൈര്യമായിട്ട് തൈലം പരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊള്ളാൻ പറഞ്ഞു. ഡോക്ടർ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ 10 ദിവസം കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞു. 10 ദിവസം കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നും കൂടി ഉണങ്ങാനുണ്ടെന്ന് പറഞ്ഞു. 15ാമത്തെ ദിവസം ചെന്ന് കഴിഞ്ഞ് സ്റ്റിച്ച് എടുത്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയണത് ഇതെന്താണ്, ഇത് പൂർണ്ണ സൗഖ്യമായിട്ടിരിക്കണമല്ല എന്ന് പറഞ്ഞു. ഒരു വ്യത്യാസം ആ സ്റ്റിച്ചിട്ട ഇതുപോലും ഇല്ലാതെ നല്ല ആ ഭാഗത്തിന് ഒരു കേടില്ലാത്തോണം കാണാൻ പറ്റി. അത് ഡോക്ടറും പറഞ്ഞു അതൊരു പേരക്കുട്ടിക്കുണ്ടായ സൗഖ്യം. പിന്നെ ഞാൻ 1 കിലോമീറ്റർ നടക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഓട്ടോ വിളിച്ചിട്ട് വേണം പോകാൻ. അത്രയും നടക്കാൻ പറ്റില്ലായിരുന്നു കാലുവേദനയായിട്ട്. അപ്പം എനിക്ക് മെക്കാട്ട് പണിയായിരുന്നു. ആ പണിക്ക് പോയിരുന്നേച്ചത് 1 കിലോമീറ്ററിൽ പോകണമെന്ന് ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് ഞാൻ പോയിരുന്നേച്ചത്. അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവും ഉണ്ണീശോയും എൻ്റെ കൂടെ വരണം, എനിക്ക് ജപമാല റാലിയിൽ പങ്കെടുക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അമ്മ എൻ്റെ വലത് കൈയിലും ഈശോ എൻ്റെ ഇടത് കൈയിലും പിടിക്കണം. എന്നെ ഇവിടെ നിന്ന് ഒരു കേടും കൂടാതെ ഞാനിങ്ങനെ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ നടക്കുമ്പോഴോ എല്ലാവരും വിചാരിക്കും എന്നെ കാണുമ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്, നടക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം അമ്മയോട് ഞാൻ പറഞ്ഞു, ഈശോയോടും, അമ്മേ ഞാൻ ഇടയ്ക്ക് വെച്ച് നിന്ന് പോയി കഴിഞ്ഞാൽ ആൾക്കാർ പറഞ്ഞ് കളിയാക്കും, ഇവൾക്ക് എന്തിൻ്റെ കുഴപ്പമുണ്ടായിട്ടാണ്, ഇവൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. അമ്മയ്ക്കറിയാലോ എൻ്റെ ബുദ്ധിമുട്ട്. അമ്മ അത് എൻ്റെ കൂടെ നടന്ന് എന്നെ കൈ പിടിച്ചോളണം, അവിടെ എത്തിക്കണമെന്ന്. 2 വർഷം 2023 2024 ജപമാല റാലിയിൽ പങ്കെടുക്കാനുള്ള വലിയ അനുഗ്രഹം കൃപാസന മാതാവും ഉണ്ണിയേശുവും തന്നു. പിന്നെ എൻ്റെ ആത്മീയ വളർച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ചകളിലാണ് ഞാൻ കുർബാനയ്ക്ക് പോയിരുന്നത്. ഇപ്പം എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോവും. ഈ ഉടമ്പടി എടുത്തേ പിന്നെ പറ്റാവുന്ന സമയം ചിലപ്പോൾ 3 കുർബാനയൊക്കെ കണ്ട ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. കുർബാനയുടെ മഹത്വം മനസ്സിലാക്കിയപ്പോൾ ഇതിനെ. അതേപോലെ ബൈബിൾ വായിക്കേണ്ടത് അരമണിക്കൂറല്ല, സാധിക്കുന്ന സമയത്ത് വായിക്കും. 3 പ്രാവശ്യം സമ്പൂർണ്ണമായിട്ട് ബൈബിൾ വായിച്ച് തീർത്തു. പിന്നെ എല്ലാ മാസവും ഇവിടെ വരും, പത്രം വാങ്ങിക്കൊടുക്കും, വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം തൂത്താണ് എല്ലാവർക്കും കൊടുക്കാറ്. അതെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ രോഗികളെ കാണാൻ പോകാറുണ്ട്, അനാഥാലയത്തിൽ പോകാറുണ്ട്, അവരെ സഹായിക്കാറുണ്ട്. കഴിയാവുന്ന രീതിയിലൊക്കെ എന്നെക്കൊണ്ട് ആർക്കെങ്കിലും ആവശ്യമായി വരുന്ന സമയങ്ങളിലൊക്കെ എൻ്റെ സഹായം ഞാൻ അവർക്ക് എത്തിക്കാറുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന കൃപാസന മാതാവിനും ഉണ്ണിയേശുവിനും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ ഒരു രോഗസൗഖ്യം എന്ന് പറഞ്ഞത്, ഞാൻ കഴിഞ്ഞ മെയ്യിൽ ഒന്ന് തലയിറങ്ങി വീണു. അങ്ങനെ ബോധമൊന്നും ഉണ്ടായില്ല, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. വേറൊരു ഡോക്ടറെ കാണാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫിക്സാണ്, കുറേ നാൾ മരുന്ന് കഴിക്കണം, മുടങ്ങാതെ മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും അറിയാലോ ഞാൻ എന്തോരം നാളായി മരുന്ന് കഴിക്കണം എന്നുള്ളത്. അപ്പം അമ്മ മാതാവും ഈശോയും ഈ മരുന്ന് നിർത്തി തരണമെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാക്ഷ്യം പറയാൻ വൈകിയതിന് ഈശോയോടും മാതാവിനോടും ക്ഷമ ചോദിക്കുകയാണ്. എനിക്ക് ഒരാൾ ഇത്തിരി പൈസ തരാനുണ്ടായി, അതും കൂടി തന്നിട്ട് സാക്ഷ്യം പറയാമെന്ന് വിചാരിച്ചിരുന്നേച്ചേ. അപ്പോഴാണ് 2025 ഫെബ്രുവരി 4 അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ട് സാക്ഷ്യം പറയാതെ നിങ്ങൾ പണി മേടിക്കരുതെന്ന് അച്ഛൻ്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ തീരുമാനിച്ചു സാക്ഷ്യം പറയണമെന്ന്. പക്ഷേ മാർച്ചിൽ പുതുക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ 1 മണിക്ക് വണ്ടി പോകണതുകൊണ്ട് എനിക്ക് സമയമില്ലായിരുന്നു. ഞാൻ അങ്ങനെ തിരിച്ചു പോയി. അതുകൊണ്ടാണ് ഇന്ന് വന്ന് സാക്ഷ്യം പറയാൻ നിന്നത്.